എല്ലാവർക്കും നമസ്കാരം. ജിയോയുടെ പുതിയ എയർ ഫൈബർ കണക്ഷനുകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? കാരണം അവർ കുറച്ച് പുതിയ ഓഫറുകൾ ഇറക്കിയിട്ടുണ്ട്. 600 രൂപ, 1000 രൂപ, 1200 രൂപ. ഇതിലേതാണ് നമുക്ക് വേണ്ടത്? ഏതാണ് ഏറ്റവും ലാഭം? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും ഒരു പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ നോക്കുമ്പോൾ ഈ ഓഫറുകളൊക്കെ കണ്ട് ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കാൻ ഒരു പാടാണ് അല്ലേ? പക്ഷെ പേടിക്കേണ്ട, ഈ ഒരു ചെറിയ വിവരണം കഴിയുമ്പോഴേക്കും ജിയോയുടെ ഈ പുതിയ ഓഫറുകളെപ്പറ്റി നിങ്ങൾക്ക് നല്ല വ്യക്തമായൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം തന്നെ ജിയോയുടെ ഈ 3 പുതിയ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പരിചയപ്പെടും. പിന്നെ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതായത് ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന 1200 രൂപയുടെ ഡീൽ, പിന്നെ ചിലർക്ക് മാത്രം കിട്ടുന്ന ആ 600 രൂപയുടെ സ്പെഷ്യൽ ഡീൽ, അതുപോലെ തന്നെ 1000 രൂപയുടെ പ്രീമിയം ഡീൽ. അത് കഴിഞ്ഞിട്ട് ഈ ഓഫർ കാലാവധി കഴിയുമ്പോൾ ശരിക്കും മാസം എത്ര രൂപ ബില്ല് വരുമെന്നും നോക്കും. അവസാനം ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന ഓഫർ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തൊക്കെയാണ് ജിയോയുടെ ഈ പുതിയ 3 ഓഫറുകൾ? ഓക്കെ, പ്രധാനമായും 3 പ്രൊമോഷണൽ ഓഫറുകളാണ് ജിയോ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, 1200 രൂപയ്ക്ക് 60 ദിവസം, 2, 600 രൂപയ്ക്ക് 60 ദിവസം, പിന്നെ മൂന്നാമത്തത് 1000 രൂപയ്ക്ക് 90 ദിവസം. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനാവാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓഫറും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളീ പറയുന്ന 600, 1000, 1200 എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലിക പ്രൊമോഷണൽ ഓഫർ മാത്രമാണ്. ഈ ഓഫർ കാലാവധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസാമാസം അടയ്ക്കേണ്ട തുകയാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഓഫർ വിലയാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടതെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശരി, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവർക്കും കിട്ടുന്ന ആ ബേസിക് ഓഫർ, അതായത് 1200 രൂപയുടെ ഡീൽ എന്താണെന്ന് നോക്കാം. അതെ, 1200 രൂപ. ഇതാണ് ബേസിക് ഓഫർ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഈ ഓഫർ എടുക്കാം. അപ്പോ ഈ 1200 രൂപ കൊടുത്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ആദ്യം തന്നെ 60 ദിവസത്തെ വാലിഡിറ്റി കിട്ടും. സ്പീഡ് 30 MBPS ആണ്. കൂടെ ഒരു സ്മാർട്ട് സെറ്റപ്പ് ബോക്സും കിട്ടും. പിന്നെ ഹോട്ട്സ്റ്റാർ, സോണി ലിവ് പോലെയുള്ള 11ൽ കൂടുതൽ OTT ആപ്പുകളുടെ സബ്സ്ക്രിപ്ഷനും. പോരാത്തതിന് 1000ൽ കൂടുതൽ ലൈവ് TV ചാനലുകളും. ഇതിനെല്ലാത്തിനും പുറമെ ഒരു ചെറിയ ബോണസ് കൂടിയുണ്ട്. ജിയോ ഫൈനാൻസ് വഴി നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ 2% അധികം സ്വർണം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഫറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇത് തന്നെയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന ആളായിരിക്കണമെന്നോ 5G ഫോൺ വേണമെന്നോ അങ്ങനെ ഒരു കണ്ടീഷൻസുമില്ല. എല്ലാവർക്കും കിട്ടും. ഓക്കേ, ഇനി നമുക്ക് അടുത്ത ഓഫറിലേക്ക് വരാം. ഇതാണ് പലർക്കും ഏറ്റവും ആകർഷകമായി തോന്നുന്ന ഡീൽ. വില നേരെ പകുതിയാണ്, വെറും 600 രൂപ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതെല്ലാവർക്കും കിട്ടില്ല. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വെറും 600 രൂപ. ഒറ്റയടിക്ക് കണക്ഷൻ എടുക്കാനുള്ള ചിലവ് നോക്കുമ്പോൾ ഇത് ശരിക്കും വലിയൊരു ലാഭമാണ്. അപ്പോ ഈ 600 രൂപയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 1200 രൂപയുടെ ഓഫറിലെ പോലെ തന്നെ 60 ദിവസത്തെ കാലാവധി, 30 MBPS സ്പീഡ്, സ്മാർട്ട് സെറ്റപ്പ് ബോക്സ്, 11ൽ കൂടുതൽ OTT ആപ്പുകൾ. ഇതൊക്കെ ഇതിലും കിട്ടും. ഏകദേശമെല്ലാം ഒരുപോലെയാണ്. ഒരൊറ്റ വ്യത്യാസം മാത്രം. ആ 2% ഡിജിറ്റൽ ഗോൾഡ് ഓഫർ ഇതിന്റെ കൂടെ കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ശരി, അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുവോ? ഇവിടെയാണ് ചില കണ്ടീഷൻസ് വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. 1, നിങ്ങൾ ഒരു ജിയോ മൊബൈൽ യൂസർ ആയിരിക്കണം. 2, നിങ്ങളുടെ കയ്യിൽ ഒരു 5G ഫോൺ വേണം. 3, ആ ഫോണിൽ 299 രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഒരു പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ഈ ഓഫറിനായി ജിയോ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത ഒരു ലൊക്കേഷനായിരിക്കണം. ഇത് നമുക്ക് ഓൺലൈനിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ജിയോയുടെ ആളുകൾ വന്ന് നോക്കിയാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഇനി 4ാമത്തെ ഭാഗം. നിങ്ങൾ ആ സ്പെഷ്യൽ ഓഫറുകൾക്ക് യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് 1000 രൂപയുടെ ഈ പ്രീമിയം ഡീൽ.
ഇതിനെ നിങ്ങൾ കൊടുക്കേണ്ടത് 1000 രൂപയാണ്. അപ്പോൾ 600 രൂപയുടെ ഓഫറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതലാണെന്ന് തോന്നാം, പക്ഷെ കിട്ടുന്ന ബെനഫിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലാഭമാണ്. എന്തുകൊണ്ടാണ് ഇത് മികച്ചതെന്ന് ഞാൻ പറയാം. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് 60 ദിവസമല്ല കിട്ടുന്നത്, 90 ദിവസത്തെ വാലിഡിറ്റിയാണ്. അതായത് ഫുൾ 3 മാസം. അതുമാത്രമല്ല, ഏറ്റവും വലിയ കാര്യം, സ്പീഡ് 30 Mbps അല്ല 100 Mbps ആണ്. അതായത് 3 ഇരട്ടിയിൽ കൂടുതൽ വേഗത. മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഇതിലുണ്ട്. അതോടൊപ്പം ആ 2% ഡിജിറ്റൽ ഗോൾഡ് ഓഫറും ഇതിന്റെ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഈ ടേബിളിൽ നോക്കാം. 1200 രൂപയുടെ ഓഫർ, 60 ദിവസം, 30 Mbps സ്പീഡ്, ഇതെല്ലാവർക്കും കിട്ടും. 600 രൂപയുടെ ഓഫർ, അതും 60 ദിവസം, 30 Mbps സ്പീഡ്, പക്ഷേ വില പകുതിയാണ്. ഇത് ചില ജിയോ യൂസേഴ്സിന് മാത്രം. ഇനി 1000 രൂപയുടെ ഓഫർ, 90 ദിവസത്തെ വാലിഡിറ്റി, സ്പീഡ് 100 Mbps. ഏറ്റവും ലാഭകരം ഇതാണ്, പക്ഷേ ഇതും ചില ജിയോ യൂസേഴ്സിന് മാത്രമേ കിട്ടൂ. ശരി, ഇനി ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മാസാമാസം എത്ര രൂപ ബില്ല് വരും? നിങ്ങൾ 600 രൂപയുടെയോ 1200 രൂപയുടെയോ ഓഫറാണ് എടുത്തതെങ്കിൽ ഓഫർ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ 30 Mbps പ്ലാനിലേക്ക് മാറും. അതിന്റെ മാസവരി 599 രൂപയും 18% GSTയും കൂട്ടി 706 രൂപ വരും. ഇനി നിങ്ങൾ എടുത്തത് 1000 രൂപയുടെ ഓഫറാണെങ്കിൽ നിങ്ങൾ 100 Mbps പ്ലാനിലേക്കായിരിക്കും മാറുക. അതിന്റെ മാസവരി 899 രൂപയും GSTയും ചേർത്ത് ഏകദേശം 1060 രൂപ വരും. എന്നാൽ ഈ 1000 രൂപയുടെ ഓഫറിനൊരു മാജിക് ഉണ്ട്. നിങ്ങൾ ആദ്യം കൊടുത്ത 1000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എങ്ങനെയെന്നല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം 1000 രൂപ കൊടുത്ത് 3 മാസം ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞു ബില്ല് വരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈ ജിയോ ആപ്പിൽ 200 രൂപയുടെ 5 കൂപ്പണുകൾ വരും. ഓരോ മാസവും ബില്ലടയ്ക്കുമ്പോൾ ഈ കൂപ്പൺ ഉപയോഗിച്ച് 200 രൂപ കുറയ്ക്കാം. അങ്ങനെ 5 മാസം കൊണ്ട് 200 വെച്ച് മൊത്തം 1000 രൂപ ഡിസ്കൗണ്ടായി നിങ്ങൾക്ക് തിരികെ കിട്ടും. അപ്പോൾ ഫലത്തിൽ ആ കണക്ഷൻ ഫ്രീ ആയി കിട്ടിയതുപോലെയായി. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്കെത്തി. ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഓഫർ ഏതാണെന്ന് എങ്ങനെ തീരുമാനിക്കും? നോക്കൂ, നിങ്ങളുടെ ആദ്യത്തെ ചിന്ത പോക്കറ്റിൽ നിന്ന് എത്ര പണം പോകുമെന്നാണെങ്കിൽ ഉത്തരം വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് 600 രൂപയുടെ ഓഫറിന് യോഗ്യതയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കുറഞ്ഞ ചിലവ്. അതില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ 1000 രൂപയാണ്. ആർക്കും എടുക്കാവുന്ന 1200 രൂപയുടെ ഓഫറിനാണ് ഏറ്റവും കൂടുതൽ പ്രാരംഭ ചിലവ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആദ്യം തന്നെ ഒന്ന് തീരുമാനിക്കാം. അപ്പോ അവസാനം ഏത് ജിയോ ഓഫറാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്? എല്ലാവർക്കും കിട്ടുന്ന ആ 1200 രൂപയുടെ ഓഫറാണോ, അതോ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഡീലുകൾക്ക് യോഗ്യതയുണ്ടോ? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യോഗ്യത ഒന്ന് ചെക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ഓഫറുകൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ സംശയിക്കേണ്ട, 1000 രൂപയുടെ ഡീല് തന്നെയാണ് ഏറ്റവും മികച്ചത്. കാരണം കൂടുതൽ സ്പീഡും വാലിഡിറ്റിയും കൊടുത്ത പൈസ തിരികെ കിട്ടുന്ന ആനുകൂല്യവും അതിനുണ്ട്. അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു നല്ല തീരുമാനം എടുക്കുക.